ഹായ് സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പം നിൽക്കുന്നത് പന്തളം കുളനടയിലുള്ള ആരോഗ്യ നിർവേദനം പാർക്കിലാണ്. ഇവിടെ ധാരാളം കാഴ്ചകളുണ്ട്. അതൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പത്തനംതിട്ട ജില്ലയിലെ പന്തളം കുളനടയിലാണ് ആരോഗ്യ നികേതനം എന്ന പേരിലുള്ള ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. സാധാരണ ഒരു പാർക്കിൽ പോകുന്ന പ്രതീതി ആയിരിക്കില്ല നിങ്ങൾക്കിവിടെ ലഭിക്കുക. പഴമയും പുതുമയും കൂടിക്കലർന്നതും ആരോഗ്യത്തിന് പരിഗണന കൊടുക്കുന്നതുമായ നിരവധി കാര്യങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും. പൊതു അവധിയൊഴികെയുള്ള എല്ലാ തിങ്കളാഴ്ചയും ഇവിടെ അവധിയായിരിക്കും. അതുപോലെ എൻട്രി ഫീ 40 രൂപയാണ്. ഈ പാർക്കിനുള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ വളരെ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. ഉച്ചയ്ക്ക് പോയാൽ പോലും നല്ല കൂളിംഗ് ആണ്. ഞാൻ ഉച്ച സമയത്താണ് പോയത്. ഉച്ച സമയത്ത് തീരെ തിരക്ക് കുറവായിരിക്കും, പക്ഷേ നല്ല ഇതായിട്ട് അറ്റ്മോസ്ഫിയറായിരുന്നു. കാരണം രാവിലെയും വൈകുന്നേരമൊക്കെയാണ് കൂടുതലും ഫാമിലീസൊക്കെ വരാറുള്ളത്. കൂടുതൽ എല്ലാവരും കണ്ട് മനസ്സിലാക്കുക. ഇതാണ് കാള ഉഴാൻ ഉപയോഗിച്ചിരുന്ന പണ്ട് കാലത്ത് നിലം ഉഴുതുകൊണ്ടിരുന്ന കാള. അങ്ങനെയൊക്കെയുള്ള പഴമയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാളയും നുകവും പണ്ട് കാലത്ത് മിക്ക ഇടത്തും ഉണ്ടായിരുന്ന മുറുക്കാൻ്റെ കട. ഇന്ന് ഇതുപോലുള്ള കടകൾ ചുരുക്കമാണ്. ഗ്രാമപ്രദേശത്തുമൊക്കെ മാത്രമേ ഇതുപോലുള്ള കടകൾ ഇന്ന് കാണാൻ സാധിക്കുകയുള്ളൂ. എങ്കിലും ചുരുക്കമാണ് ഇങ്ങനത്തെ മുറുക്കാൻ കടയൊക്കെ. ഇവിടെ നമുക്ക് റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. ബെഞ്ചും ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. പണ്ട് കാലത്ത് ഉരലിൽ ഇടിക്കുന്ന ഒരു ശില്പമാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇന്നത്തെ തലമുറയ്ക്ക് ഇതൊക്കെ പുതിയ കാഴ്ചകളായിരിക്കാം. വയലിൽ പോയ കർഷകൻ പണ്ട് കാലത്ത് വയലിലൊക്കെ പണി ചെയ്യുമ്പോൾ ഇങ്ങനത്തെ തൊപ്പിയൊക്കെ വെച്ചാണ് പണിക്ക് ഇറങ്ങിയിരിക്കുന്നത്. മുമ്പ് കണ്ട കാളയെ ഉഴുന്ന കർഷകൻ, നിലം ഉഴുന്ന കലപ്പായ പിടിച്ച് ഉഴുന്ന കർഷകൻ്റെ ഒരു ഇതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ബാലൻസ് ചെയ്ത് ഇതിൻ്റെ കൂടെ കയറെ പിടിച്ച് ബാലൻസ് ചെയ്ത് ഇപ്പുറം കിടക്കുന്ന ഒരു ഇതാണ്. അത് ബാലൻസ് നല്ല രീതിയിൽ ആയവർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അത് പറ്റുന്നവർക്കേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പുറം വരെ ഇങ്ങനെ നടന്നു പോകുന്ന ഒരിതാണ്. ഇതും അതുപോലെ തന്നെ ആ കയറിൽ പിടിച്ച് അപ്പുറം വരെ പോകാനുള്ള ഒരു ഇതാണ് ഇവിടുത്തെ ഒരു സമയം ഒരാളെ പോകാൻ പാടുള്ളൂന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് സാധാരണ ഊഞ്ഞാലാണ്. 3 പേർക്ക് ഇരിക്കാവുന്ന സാധാരണ ഊഞ്ഞാലാണ്. ഇത് പണ്ട് കാലത്ത് എണ്ണ ചക്കിലാക്കി എടുക്കുന്ന സംവിധാനമാണ്. വെളിച്ചെണ്ണയൊക്കെ ഇതുപോലെ ചക്കിലാട്ടിയാണ് എടുത്തിരുന്നത്. ഇപ്പോഴത്തെ മില്ല് പോലെ അല്ലായിരുന്നു പണ്ടത്തെ കാലത്ത് എടുത്തിരുന്നത്. ഇങ്ങനെ ഇത് കറങ്ങി വന്ന് ഇതിലെ ഈ കുഴൽ വഴിയായിരുന്നു വെളിച്ചെണ്ണ വന്നത്. ഇത് കൊശവൻ്റെ ഇതാണ്. അതായത് കലമൊക്കെ ഉണ്ടാക്കിയിരുന്ന ആളുകളുടെ ഒരിത് പ്രതിമയാണ്. ഇങ്ങനെയൊക്കെ പഴമയുള്ള ഒത്തിരി കാര്യങ്ങൾ. ഇത് ആല, ഇരുമ്പ് പണി ചെയ്യുന്ന ആല, അതിൻ്റെ ഒരു രൂപമാണ് ഇന്ന് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ ഒരു രൂപം കാണിച്ചിരിക്കുകയാണ്.
ഇത് പണ്ട് കാലത്ത് തടി അറക്കുന്ന, ഈ ഇപ്പോഴത്തെ കാലത്ത് ഇതുപോലെയുള്ള അറപ്പ് എങ്ങും കാണാൻ സാധിക്കുകയില്ല. ഒരു 90s വരെയൊക്കെ ഉണ്ടായിരുന്നു. 90s എന്ന് പറഞ്ഞാൽ ചിലയിടത്ത് മാത്രമേ അങ്ങനെ ഉള്ളൂ. ഇപ്പോഴത്തെ വള്ളങ്ങൾക്ക് മാത്രമേ ഇങ്ങനെയുള്ള തടിയറപ്പ് ഉള്ളതെന്നാണ് എൻ്റെ അറിവ്. ഇപ്പം കൂടുതലും മില്ലിലാണ് അറപ്പൊക്കെ. ഇത് ചർക്ക, പണ്ട് കാലത്ത് തുണികളൊക്കെ നെയ്യുന്ന ഒരു സംവിധാനമായിരുന്നു ഇത് ഞാനും കണ്ടിട്ടില്ല. മറ്റുള്ള സംഭവം ഇതുവരെ കാണിച്ചതൊക്കെ കണ്ടിട്ടുള്ളതായിരുന്നു. അവിടെ ഇതിനെക്കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട്, ഓരോന്നിനെക്കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് കൈത്തറി നിർമ്മാണത്തിൻ്റെ ഒരു മാതൃകയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കൈത്തറി നിർമ്മാണം എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഒരു മാതൃക, അതുപോലെ കൈത്തറി ഡ്രസ്സുകളുടെ നിർമ്മാണത്തിൻ്റെ ഒരു മാതൃകയാണ് ഇത് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള പഴയ ഒത്തിരി കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഇത് കയർ നിർമ്മാണത്തിൻ്റെ അതിന് പണ്ട് ചെയ്തിരുന്ന രീതിയാണ് ഇത് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കയർ നിർമ്മാണത്തിന് പണ്ട് ഇങ്ങനെ കയർ വലിച്ചായിരുന്നു നിർമ്മിച്ചിരുന്നത്. പണ്ട് കാലത്ത്, അതായത് നമ്മുടെ ചകിരി ഉപയോഗിച്ചുള്ള കയറിൻ്റെ. അടുത്ത് തന്നെ ഇവിടെ ഒരു പുഴയുണ്ട്. പുഴയിലോട്ട് ആർക്കും പ്രവേശനമില്ല, അത് മൊത്തം ക്ലോസ് ചെയ്തിട്ടുണ്ട്, എല്ലാം ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇത് ചെസ് ബോർഡിൻ്റെ ഒരു മാതൃകയായി ഇവിടെ കാണിച്ചിട്ടുണ്ട്. കുതിര, ഇതിനെക്കുറിച്ചൊക്കെ ഇതെല്ലാം കാണിച്ചിട്ടുണ്ട്. പണ്ട് കാലത്തൊക്കെ അമ്മമാർ അരകല്ലിൽ അരയ്ക്കുന്ന മാതൃകയാണ്. പണ്ട് മിക്സിയൊക്കെ വരുന്നതിന് മുമ്പ് ഇതുപോലെയായിരുന്നു അരച്ചിരുന്നത്. അതിൻ്റെ ഒരു മാതൃക കാണിച്ചിട്ടുണ്ട്. ഇത് ശംഖിൻ്റെ ഒരു രൂപം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. സിമെൻറ്റിലോ ആണെന്ന് തോന്നുന്നു ശംഖിൻ്റെ ഒരു രൂപം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഇത് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു പാർക്കാണ്. ഒത്തിരി കളിക്കാവുന്ന ഉപകരണങ്ങളുണ്ട്. കുറച്ച് അധികം ഉപകരണങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഊഞ്ഞാലും അങ്ങനെയൊക്കെയുള്ള പലതരം ഐറ്റംസ് ഇവിടെയുണ്ട്. ഇതൊരു ആശാരിപ്പണിക്കാരൻ ചെയ്യുന്ന ഒരു രീതിയിലുള്ള ഒരു പ്രതിമ ചുമ്മാ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ആശാരിപ്പണിയല്ല, അതൊരു ചുമ്മാ ഒരു പ്രതിമ പോലെ ഉണ്ടാക്കിയിരിക്കുകയാണ്. ചുമ്മാ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഇത് അരകല്ല്, ആട്ടുകല്ല്, ഉരല് അങ്ങനെയൊക്കെയുള്ള പഴയ സാധനങ്ങളൊക്കെ പ്രദർശനത്തിന് എടുത്തു വച്ചിരിക്കുന്നതാണ്. ഇത് വ്യായാമത്തിന് വേണ്ടിയുള്ള ഉപകരണങ്ങളാണ് ഇതൊക്കെ. നമ്മൾ പെഡൽ വെച്ച് ചവിട്ടി, അതുപോലെ സൈക്ലിങ് പോലത്തെ സൈക്ലിങ്, അതുപോലെ പലതരം ഇതുണ്ട്. ഇത് സൈക്ലിങ്ങിനുള്ളതാണ്. ഇതെല്ലാം ആ കാറ്റഗറിയിലുള്ളതാണ്. വ്യായാമത്തിന് വേണ്ടിയുള്ള ഇതാണ്. ഇതാണെങ്കിൽ ഇരുന്നോട്ട് മേലത്തെ അത് താഴേക്ക് വലിക്കുന്ന അതാണ്. മേളിലൊരു ഇതുണ്ട്. ഇത് താഴോട്ട് വലിക്കുന്ന അതും ഷോൾഡറിന് ഒരു ഇതിന് കിട്ടുന്നതിന് വേണ്ടിയുള്ള ഇതാണ്.
അങ്ങനെ നിരവധി വ്യായാമത്തിനുള്ള സാമഗ്രികളും കൂടെയുണ്ട്. ഇത് കുട്ടികൾക്ക് അതിനകത്ത് കയറി കളിക്കാനുള്ള സംവിധാനമാണ്. 2 ഉണ്ട്. 5 വയസ്സിന് മുകളിലുള്ളവർ പിള്ളേർക്കും ഉള്ളതുകൊണ്ട്, പിന്നെ 10 വയസ്സിന് മേലുള്ള അത് കുട്ടികളുടെ എണ്ണം അതിനകത്ത് പരിമിതപ്പെടുത്തി അതും എഴുതിയിട്ടുണ്ട്. എത്ര പേർക്ക് കയറാമെന്നുള്ളത് എഴുതിയിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ രോഗങ്ങളെക്കുറിച്ച്, അതായത് പ്രമേഹത്തിനെക്കുറിച്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പ്രമേഹം എങ്ങനെ വരുന്നെന്നും എത്ര തരം പ്രമേഹം ഉണ്ടെന്നും അതിൻ്റെ ട്രീറ്റ്മെൻറ്റുകളെ കുറിച്ചൊക്കെയുള്ളൊരു കുറച്ച് നോട്ടുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആരോഗ്യപരമായിട്ടും ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതൊരു ഹോസ്പിറ്റലിൻ്റെ വകയാണെന്ന് തോന്നുന്നു, ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ വകയാണെന്ന് തോന്നുന്നു, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഇവിടെ ഇരുന്ന് റിലാക്സ് ചെയ്യാനുള്ള കസേരകളും അങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ ഉണ്ട്. ഈ ഏരിയയിൽ അങ്ങനെ റിലാക്സ് ചെയ്യാനുള്ള ജിറാഫിൻ്റെ ഒരു മോഡലാണ്. മരത്തിലാണോ സിമെൻറ്റിലാണോ എന്നറിയത്തില്ല തീർത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു സിമെൻറ്റിലാണെന്ന് തോന്നുന്നു. മരത്തിലാണെങ്കിൽ ഇങ്ങനെ വെക്കത്തില്ല. പിന്നെ ആനയുടെ ഒരു ഇതുണ്ടാക്കിയിട്ടുണ്ട്. ഇതും കുട്ടികളുടെ ആ പാർക്കിൻ്റെ പുറവശമാണ്. കുട്ടികൾക്ക് കളിക്കാനുള്ള ഇത് തന്നെയാണ് ഇവിടെയും കൂടുതലും. ഇവിടെ ഇരുന്ന് റിലാക്സ് ചെയ്യാനുള്ള ഒരു സംവിധാനമൊക്കെ, ഇരുന്ന് കോഫിയൊക്കെ ഇരുന്ന് കുടിക്കാനുള്ള ടീപ്പോ പോലുള്ള സംവിധാനമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കൂടുതലും പ്രകൃതിദത്തമായിട്ടുള്ള സാധനമാണ് ഇവിടെ. ഇവിടെ മരങ്ങളൊക്കെ ഒത്തിരി വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ പിന്നെ വെജിറ്റബിൾ, പച്ചക്കറി, അതുപോലെ ചേന, അതുപോലെയുള്ള ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരു ഇതാണ്. ഇത് പച്ചക്കറിയെക്കുറിച്ചാണ്. പച്ചക്കറികളുടെ ഗുണങ്ങളും അങ്ങനെയൊക്കെയുള്ള ഇതൊക്കെയാണ് എഴുതി വച്ചിരിക്കുന്നത്. അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഇതൊക്കെയാണ് എഴുതി വച്ചിരിക്കുന്നത്. അതുപോലെ പപ്പായക്കകത്ത് എന്തൊക്കെ അടങ്ങിയിട്ടുണ്ടെന്നോ അങ്ങനെയൊക്കെയുള്ള ഇത് എഴുതി വെച്ചിട്ട്, അതുപോലെ ഇലക്കറികൾ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നതെന്നും അതിൻ്റെ ഗുണങ്ങളും ഒക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ചക്കയിൽ അടങ്ങിയിരിക്കുന്നതും അതിൻ്റെ ഗുണങ്ങളും ഒക്കെ ഉണ്ട്. ചക്കയുടെ ഇതാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ സാധാരണ പഴത്തിനകത്ത് അടങ്ങിയിരിക്കുന്ന ഗുണങ്ങളും അതൊക്കെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അങ്ങനെ ആരോഗ്യകരമായിട്ട് ഒത്തിരി എഴുതിയിട്ടുണ്ട്. ശ്രീബുദ്ധൻ്റെ ഒരു പ്രതിമ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു ഇതിനകത്ത്. പിന്നെ ലവ് ബേഴ്സാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ലവ് ബേഴ്സ് ഒത്തിരി ഐറ്റംസ് ഉണ്ട്. തത്തയുടെ വെറൈറ്റി തന്നെ ഇതിനകത്ത് കാണാൻ സാധിക്കും. തത്തയുടെ വെറൈറ്റികളാണ് കൂടുതലും ഇതിനകത്ത് കണ്ടിട്ട്. കൂടുതലും തത്തയുടെ വെറൈറ്റികളാണ്. തത്തയുടെ പല വെറൈറ്റികളുണ്ടെന്ന് തോന്നുന്നു. തത്തയുടെ ഒത്തിരി വെറൈറ്റി കാണാൻ സാധിക്കും.
ഇത് മുള കൊണ്ടുള്ള ഏറുമാടമാണ്. ഇവിടെ ഇതിൻ്റെ അകത്ത് കയറിയിരിക്കാനൊക്കെ നല്ല സുഖമാണ്. ഇത് ബുക്ക് സ്റ്റാൾ പോലെ ഒത്തിരി ബുക്കുകളൊക്കെ സൂക്ഷിച്ചിട്ടുണ്ട്. ഇവിടെ കയറിയിരുന്ന് ബുക്കുകളൊക്കെ വായിക്കാനൊക്കെ നല്ല ഇതാണ്, അറ്റ്മോസ്ഫിയറാണ്. ഇവിടെ എല്ലായിടത്തും നല്ലൊരു അറ്റ്മോസ്ഫിയർ, നല്ല ഇതാണ്. അതായത് ഉച്ച സമയത്തായാലും നമുക്ക് നല്ല കൂളിംഗാണ്. എല്ലായിടത്തും നല്ല കൂളിംഗാണ്. ഇത് ഗ്ലോബിൻ്റെ ഒരു മാതൃകയാണ്. ഇഷ്ടംപോലെ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ഒരു അന്തരീക്ഷമാണ്. ഒരു ദിവസം എല്ലാവരും വരുവാണെങ്കിൽ നല്ലൊരു വായിക്കായിരിക്കും. ഇത് പലതരം തൊഴിലുകളുടെ ഫോട്ടോകളാണ്. ഇതിനകത്ത് ആശാരിപ്പണിയുണ്ട്, ഞാറ് നടുന്നുണ്ട്, അങ്ങനെ പല ഫോട്ടോസുകൾ, പഴയ കാലത്ത് ഉണ്ടായിരുന്ന പല തൊഴിലുകളുടെയും ഫോട്ടോകളിങ്ങനെ ശേഖരത്തിലുള്ളത് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം കാലഹരണപ്പെട്ടു പോയ തൊഴിലുകളെല്ലാം അതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇപ്പം നിലവിലുള്ളതും നിന്നു പോയതുമായിട്ടുള്ള പല കാര്യങ്ങളും അതിനകത്ത് കാണിക്കുന്നുണ്ട്. ഞാറ് നടുന്നതും കയർ വിരിക്കുന്നതും എല്ലാം കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഒന്നുകൂടെ സൂം ചെയ്ത് നോക്കിയാലേ നല്ല ഇത് കിട്ടത്തുള്ളൂ. ഇത് പത്തായപ്പുരയാണ്. പത്തായപ്പുര പണ്ട് കാലത്ത് നെല്ല് ഉണങ്ങാനും ധാന്യങ്ങൾ ശേഖരിച്ച് വെക്കാനും ഒക്കെ ഉപയോഗിച്ചിരുന്ന ഒരു ഇതാണ്. നമുക്ക് അതിനകത്ത് കയറി നോക്കാനൊക്കെ സൗകര്യമുണ്ട്. ഞാൻ അതിനകത്ത് കയറി നോക്കി, പക്ഷേ അതിനകത്ത് നമ്മൾ ക്യാമറ ഇരുട്ട് കാരണം അതിനകത്ത് കിട്ടത്തില്ല. അതിൻ്റെ ഒരു മോഡലും ഒക്കെ കാണിച്ചിരിക്കുകയാണ്. നമുക്ക് പണ്ട് കാലത്തൊക്കെ ഇതിനകത്തൊക്കെ ആയിരുന്നു നെല്ല് ശേഖരിച്ച് വെച്ചിരുന്നതൊക്കെ. നെല്ല് ധാന്യങ്ങളും ഒക്കെ ഇങ്ങനെ ശേഖരിച്ച് വെക്കുന്ന ഇതിനകത്തൊക്കെ ആയിരുന്നു. ഇത് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഉന്തുവണ്ടിയാണ്. ഇതും ഇപ്പം എങ്ങും കാണാനില്ല. പെട്ടി ഓട്ടോകളൊക്കെ വന്ന പിന്നെ ഇതും കാണാനില്ല. ഒരു 90, 80s, 90s വരെയൊക്കെ ഇത് ഉണ്ടായിരുന്നു. ഇപ്പം എങ്ങും കാണാനില്ല. ഇപ്പം ഇതുപോലെയുള്ള ഇടത്തൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും. ഇത് പണ്ട് കാലത്തൊക്കെ ഉള്ള വീടുകളുടെ ഒരു മാതൃകയാണ്. വരാന്തയും ഇരുന്ന് വർത്തമാനം പറയാനും ഒക്കെ ഇരുന്ന് റിലാക്സ് ചെയ്യാനും ഒക്കെ ഉള്ളൊരു വീടുകളുടെയൊക്കെ പണ്ട്. ഇപ്പോൾ ഇങ്ങനെയുള്ള വീടുകളിലൊക്കെ വിരളമാണ്. ഇപ്പോൾ പഴമ നിലനിർത്തി പരിപാലിച്ച് പോരുന്ന വീടുകളെ ഇപ്പോൾ നിലവിൽ ഇങ്ങനെയൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. അതുപോലെ അറയും നിരയും ഒക്കെയുള്ള വീടുകൾ, ഇത് അറയും നിരയും ഒക്കെ ഉള്ള അങ്ങനത്തെ ഒരു ഇത് അതിൻ്റെ ഒരു മാതൃകയാണ് കാണിച്ചിരിക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള വീടുകൾ ഇപ്പോൾ കാണാൻ വിരളമാണ്. ഇത് ഹിപ്പോക്രാറ്റ്സ്, അദ്ദേഹത്തിൻ്റെ പ്രതിമയും വാചകങ്ങളുമാണ്. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ഹിപ്പോക്രാറ്റ്സിൻ്റെ ഒരു പ്രതിമയാണ് വെച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാചകങ്ങളും എഴുതി വെച്ചിട്ടുണ്ട്. ഇത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയി വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.